ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദർശനോട് പറയാണ്, എന്നോടും എൻ്റെ വീട്ടുകാരോടും വിരോധമുള്ള നന്ദുവിനെ പോലുള്ള ഒരു എസ് ഐ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യവും നടക്കുമെന്ന് പറയുന്നത്. അത് കേട്ടിട്ടാണെങ്കിൽ ആദർശ് അനാമികയോട് പറയാണ്, ചില നേരത്ത് കുടുംബത്തിൽ താളപ്പിഴകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യും. അതാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു അവസരമായിട്ട് കരുതിയിട്ട് വെറുതെ ഞങ്ങളോട് തർക്കിക്കാനായിട്ട് വന്നേക്കരുത്. അങ്ങനെ ഇനി തർക്കിക്കാനായിട്ട് വരികയാണെങ്കിൽ ഇവളും ഇവളുടെ അമ്മയും അച്ഛനും എല്ലാ ആളുകളും ഞങ്ങളോടാവില്ല ഇനി തർക്കിക്കേണ്ട വരിക, കോടതിയിലാവും തർക്കിക്കേണ്ട വരിക എന്ന് പറയുന്നത്. കേട്ട വർഷം തന്നെയാണ് ഞാൻ അനാമിക ആകെ മൊത്തം ഷോക്കാവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ആദർശം നായനെയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നൈസായിട്ട് നമ്മുടെ അനാമികയുടെ അച്ഛനോട് പറയുകയാണ്, ആ മര്യാദയ്ക്ക് സത്യങ്ങൾ പറയണതാണ് നല്ലതെന്ന് പറയുന്ന സമയത്താണെങ്കിൽ പുള്ളിക്കാരൻ എണീറ്റ് പറയാണ്, ഞാൻ എല്ലാ കാര്യവും പറയാം, ദയവ് ചെയ്തിട്ട് എന്നെ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുകയാണ്. അത് കേട്ട വർഷം തന്നെയാണെങ്കിൽ ആദർശ് പറയാണ്, എടോ താനൊരു പക്കാ ഫ്രോഡാണെന്ന് ശരിക്കും അറിയാം, അനന്തപുരിക്കാരുടെ ബന്ധുവാകാൻ തനിക്കൊരു യോഗ്യതയില്ല, തൻ്റെ മോൾക്കൊരു യോഗ്യതയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ താനിപ്പോൾ നൈസായിട്ട് ഈ പറഞ്ഞമാതിരി മോളെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴാണെങ്കിൽ നന്ദുവാണെങ്കിൽ പറയാണ്, ആ നെക്ലേസിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിമാരും അമ്മയും ഞാനും ഒക്കെ വളരെയധികം വേദന അനുഭവിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിന് ഞാൻ ഇത്രയും മാത്രം താല്പര്യം കൊടുത്തതെന്ന് പറയാനാട്ടോ സുഹൃത്തുക്കൾ. അപ്പോൾ ഈ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്തിട്ട് പോകണേ കൂട്ടുകാരെ.